ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം അതിന്റെ 99.25 ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്ന വാർത്തകൾ. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ച അതിന്റെ എല്ലാവിധ ചർച്ചകളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സീനിയർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഏകദേശം ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സീനിയർ നേതാക്കളൊക്കെ നാട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പലരുടെയും പ്രതികരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് കേട്ട് കഴിഞ്ഞു. ഇതൊക്കെയാണെങ്കിൽ VD സതീശനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അതിന്റെ സ്കോർ നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഘടകകക്ഷികളുടെ പിന്തുണ. MLA-മാരുടെ പിന്തുണ എണ്ണത്തിൽ കുറവാണെങ്കിലും ഘടകകക്ഷികൾ അത് നിർബന്ധപൂർവം സതീശൻ തന്നെ വരണം. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ സതീശനിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയത്. ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പാലിക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ ഒരു വിജയം ജനങ്ങൾ നമുക്ക് തന്നു. അതിന്റെ ശോഭ കെടുത്തുന്ന ചർച്ചകളും കാര്യങ്ങളുമായി ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചു പിടിക്കണമെങ്കിൽ VDS തന്നെ മുഖ്യമന്ത്രിയാവണം എന്ന ഇതിലേക്കാണ് ചർച്ച അവസാന ഘട്ടത്തിലെത്തിയത്. ഹൈക്കമാൻഡിന്റെ അവസാന വാക്കായ ശ്രീമതി സോണിയാഗാന്ധി അവർ ആസ്പത്രിയിൽ ആണ് തുടരുന്നതെങ്കിലും അവരും അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തി. വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അതിലൊക്കെ മുൻതൂക്കം നിൽക്കുന്നത് VDS തന്നെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രഖ്യാപനം നാളെയാണ് എന്ന് മാധ്യമ വിഭാഗം ചെയർമാൻ ശ്രീ ജയറാം രമേശ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ഒക്കെ നമ്മൾ വാക്കുകൾ ശ്രവിച്ചു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും VD സതീശൻ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് തന്നെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനിടയ്ക്ക് MLA-മാരുടെ യോഗം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നായിരിക്കും. അത് VD സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അത് കേരളത്തിലെ ജനവികാരമാണ്. ആ ജനവികാരം ഉൾക്കൊണ്ട് ഉള്ള ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നാളെ ഉണ്ടാവാൻ പോകുന്നത്. ആ ജനവികാരത്തിന് അനുകൂലമായാണ് ഘടകകക്ഷികളും കേരളത്തിലെ പൊതുസമൂഹവും. ഈ പൊതുസമൂഹത്തിന്റെ റിപ്പോർട്ടിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് പ്രത്യേക ഒരു ടീമിനെ തന്നെ കേരളത്തിൽ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇലക്ഷന് മുന്നേ ഉണ്ട്. അവർ ഇപ്പോഴും തുടരുകയാണ്. ഓരോ മണ്ഡലത്തിലെയും വിവരങ്ങൾ അവർ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കേണ്ടവരുടെ വിഭാഗത്തെ അത് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ധരിപ്പിക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഓരോ മണ്ഡലത്തിലും ഓരോ ജില്ലയിലും ഓരോ മണ്ഡലത്തിലും അവരുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ നിഷ്പക്ഷമായ ഒരു രീതിയിലാണ് അവരുടെ റിപ്പോർട്ടിങ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരങ്ങളൊക്കെ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ VD സതീശൻ തന്നെയാണ് 99.25%, 1/4% ഒരു അവശേഷിപ്പ് മാത്രമാണ് നമ്മൾ ഇവിടെ ബാക്കി വെക്കുന്നത്. ബാക്കിയെല്ലാം VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി. നാളെ അതിന്റെ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിന്റെ ആഹ്ലാദങ്ങളൊക്കെ കേരളത്തിൽ മൊത്തത്തിൽ ഇത് ഒരു ക്യാമ്പ് ആഹ്ലാദമല്ല, കേരളത്തിൽ ജനങ്ങളുടെ വിജയമാണ്. ഇപ്പൊ നമ്മൾ വയനാട്ടിലൊക്കെ പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇംഗ്ലീഷിലൊക്കെ ഉള്ള പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമുണ്ട് തീർച്ചയായും. അപ്പോൾ ഏതായാലും ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം നാളെ വരാനിരിക്കുകയാണ്. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയിൽ. അടുത്ത ദിവസം തന്നെ അതിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളും കാര്യങ്ങളും മന്ത്രിമാരുടെ തീരുമാനങ്ങളും ഒക്കെയായി നാളെ മുതൽ അങ്ങോട്ട് പിന്നെ രാഷ്ട്രീയ രംഗം സജീവമാക്കുകയാണ്. അപ്പോൾ നാളെ ഹൈക്കമാൻഡിന്റെ ആ പ്രഖ്യാപനത്തിനായി നമുക്കും കാത്തിരിക്കാം തീർച്ചയായും. ഏതായാലും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ, ലൈക്ക് ചെയ്യാനാണ്. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.